കേരളത്തിൻ്റെ അടുത്ത പോലീസ് മേധാവി ആര് എന്നുള്ള ഒരാകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ അടുത്ത പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖറിനെ നിയമിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം തീരുമാനിക്കും. UPSC നൽകിയ ചുരുക്കപ്പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവിയെ നിയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ഭാവിയിൽ വിവാദമാകുന്നത് കൂടി കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് രവതയെ പോലീസ് മേധാവിയാക്കുന്നതിൽ CPMൽ ഒരു വിഭാഗം എതിർപ്പുയർത്തുന്നുണ്ട്. എന്നാൽ ചില ഘടകങ്ങൾ രവതയ്ക്ക് അനുകൂലമായി. അതായത് CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾ തുടക്കം മുതൽ രവതയ്ക്ക് അനുകൂലമാണ്. ഇതിനൊപ്പം കോഴിക്കോടുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പും സജീവമായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കളുമായി ഈ ഗ്രൂപ്പിന് വലിയ സൗഹൃദമുണ്ട്. സർക്കാരിലെ ഉന്നതൻ്റെ 2 ബന്ധുക്കളും രവതയ്ക്ക് അനുകൂലമായി എന്ന് സൂചനയുണ്ട്. ഗൾഫിൽ നിന്നുള്ള ഇടപെടലുകളും രവതയ്ക്ക് അനുകൂലമായി. ഈ സാഹചര്യത്തിൽ ഇൻചാർജ് പോലീസ് മേധാവി എന്ന സാധ്യത വേണ്ടെന്ന് വയ്ക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ MR അജിത് കുമാറൊക്കെ പോലീസ് മേധാവിയാക്കാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷേ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന വിഷയത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നൂലാമാലകൾപ്പെട്ടാണ് അദ്ദേഹത്തിന് അതാവാൻ കഴിയാതിരുന്നത്. ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊപ്പം പോലീസ് മേധാവിയായി ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തു നിന്നൊരാളെ നിയമിച്ചാൽ അതിനെതിരെ ചിലർ കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. കോടതിയിൽ നിന്നും ഇൻചാർജ് പോലീസ് മേധാവിക്കെതിരെ നിലപാട് വന്നാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും. ഇത് മനസ്സിലാക്കിയാണ് രവതയ്ക്ക് അനുകൂലമായ തീരുമാനം മുഖ്യമന്ത്രി പിണറായി എടുക്കുന്നത്. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. അതായത് നാളെയാണ് പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കുന്നത്. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തേക്കും. നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ദിവസം തന്നെ പുതിയ മേധാവി ചുമതലയേൽക്കണം. റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രവത ചന്ദ്രശേഖർ, അഗ്നിരക്ഷാ മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് UPSC സംസ്ഥാനത്തിന് അയച്ച ചുരുക്കപ്പട്ടികയിലുള്ളത്. ഇതിൽ രവതയെ പോലീസ് മേധാവിയാക്കണമെന്ന് ഒന്നിലധികം മുൻ പോലീസ് മേധാവിമാരും പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പിണറായിയുടെ അതിവിശ്വസ്തരാണ്. മേധാവിയാകാൻ താൽപ്പര്യം അറിയിച്ച് രവത അടുത്തിടെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് വേളയിൽ ASP ആയിരുന്ന രവതയെ മേധാവിയാക്കുന്നതിന് CPMൽ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്. എന്നാൽ നിധിനും രവതയും ദീർഘനാൾ കേന്ദ്ര സർവീസിൽ ഇരുന്നവരാണ്. വിജിലൻസ് മേധാവിയായിരിക്കെ യോഗേഷ് ഗുപ്ത എടുത്ത തീരുമാനങ്ങളോടുള്ള എതിർപ്പ് തുടരുന്നതിനാൽ സർക്കാർ അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനിടെ പോലീസ് മേധാവിയായി UPSCയുടെ പട്ടികയ്ക്ക് പുറത്ത് ഉള്ളയാളെ നിയമിക്കുന്നതിൻ്റെ നിയമസാധ്യതയും സർക്കാർ തേടിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പട്ടികയ്ക്ക് പുറത്തുള്ള മനോജ് എബ്രഹാം, MR അജിത് കുമാർ എന്നിവരിൽ ഒരാളെ മേധാവിയാക്കുന്നതിൻ്റെ സാധ്യതയായിരുന്നു സർക്കാർ ആലോചിച്ചത്. അങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് പോലീസ് മേധാവിമാരുടെ താൽക്കാലിക ചുമതല മാത്രമേ ലഭിക്കൂ. മുൻപ് DGP S ദർവേഷ് സാഹിബ് ഒരാഴ്ച അവധിയെടുത്തപ്പോൾ മനോജ് എബ്രഹാമിനും പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. എന്നാൽ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങളാണെന്നും പുറത്തുള്ളവരെ നിയമിക്കാനായിരുന്നുവെങ്കിൽ UPSC പട്ടികയ്ക്കായി സർക്കാർ കാത്തിരിക്കില്ലായിരുന്നുവെന്നും പറയുന്നു. കേരളത്തിൻ്റെ അടുത്ത പോലീസ് മേധാവിയിൽ എടുക്കേണ്ട നയത്തിൽ സർക്കാർ തീരുമാനം ഇന്നുണ്ടാകും. അതായത് ഇൻചാർജ് DGP വേണമോ എന്ന ചിന്തയാണ് ഇതിന് കാരണം. ഇക്കാര്യത്തിൽ നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം പരിഗണിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക. UPSCയുടെ ചുരുക്കപ്പട്ടികയിലുള്ളവർ നിയമപോരാട്ടത്തിന് പോകാൻ സാധ്യത സർക്കാർ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എല്ലാ വശവും പരിഗണിക്കുന്നത്. വിരമിക്കാനിരിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിനേക്കാൾ IPSകാരിൽ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ. 1989 ബാച്ച് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന് അടുത്ത വർഷം ജൂൺ വരെയാണ് സർവീസ് ഉള്ളത്. പോലീസ് മേധാവിയായി നിയമിക്കുകയാണെങ്കിൽ 2 വർഷം കാലാവധി പൂർത്തിയാക്കാൻ സർക്കാർ 1 വർഷം കൂടി നീട്ടി നൽകും. രവത ചന്ദ്രശേഖർ നിലവിൽ സ്പെഷ്യൽ ഡയറക്ടറാണെങ്കിലും ഓഗസ്റ്റ് 1 മുതൽ സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതലയുള്ള സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. 1991 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. പട്ടികയിലുള്ള യോഗേഷ് ഗുപ്ത 1995 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാനാണ് സാധ്യത. വിജിലൻസ് ഡയറക്ടറായിരിക്കെ യോഗേഷ് എടുത്ത ചില നിലപാടുകൾ പിണറായി സർക്കാരിനെതിരായിരുന്നു. അല്ലാത്തപക്ഷം യോഗേഷ് പോലീസ് മേധാവിയാകുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ സ്ഥാനം ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പോലീസ് മേധാവിമാരെ എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ അജിത് കുമാറിൻ്റെ പേര് വെട്ടിയിരിക്കുന്നു. അത് സംഭവം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നും ADGP MR അജിത് കുമാർ പുറത്തായി കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ രവത ചന്ദ്രശേഖർ, എയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരെയൊക്കെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വ്യാഴാഴ്ച ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് അന്തിമ രൂപമായത്.
MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമത്തിനാണ് പുതിയ പട്ടികയോടെ തിരിച്ചടിയായിരിക്കുന്നത്. MR അജിത് കുമാറിനെ കൂടാതെ സുരേഷ് രാജ് പുരോഹിതിനെയും ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 6 അംഗ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചത്. DGP റാങ്കിലുള്ള 4 പേരെ മാത്രമേ പരിഗണിക്കൂവെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചത്. MR അജിത് കുമാർ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ മാസം, അതായത് നാളെയാണ് വിരമിക്കുന്നത്, അതായത് ഈ മാസം 30-ന്. അതിനാൽ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്ന 6 പേരുടെ പട്ടികയാണ് കേന്ദ്ര അനുമതിക്കായിരുന്നു അയച്ചത്. 30 വർഷം സേവനം പൂർത്തിയാക്കിയ IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ഇതിൽ ആദ്യത്തെ 3 പേരാണ് ഇതിൽ ഉൾപ്പെട്ടത്. MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ ഇടതുപക്ഷത്തു നിന്നും തെറ്റിപ്പിരിയുന്നത്. അതായത് കവടിയാറിലെ ഫ്ലാറ്റ് വീട് നിർമ്മാണം, ഫ്ലാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം നടത്തിയെങ്കിലും അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നതായിരുന്നു റിപ്പോർട്ട്. തൃശ്ശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ MR അജിത് കുമാർ അന്വേഷണം നേരിട്ടിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ പൂരം അലങ്കോലമായതിൽ അജിത് കുമാറിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. ആരോപണങ്ങൾ ഉയർന്നിട്ടും MR അജിത് കുമാറിനെ DGP പട്ടികയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ തീരുമാനം വൻതോതിൽ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അജിത് കുമാറിൻ്റെ ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ അജിത് കുമാറിന് ഉറപ്പായിട്ടും DGP ആവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ മങ്ങലേറ്റത്. മന്ത്രി വിളിച്ചപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു എന്നാണ് പൂരം ഈ സംബന്ധിച്ച് പുതിയ ചാർജ് കൊടുത്തപ്പോൾ മന്ത്രി വിളിച്ചിട്ട് പോലും അറിഞ്ഞില്ല, പുള്ളി ഉറങ്ങിപ്പോയി. അറിഞ്ഞത് പിറ്റേന്ന് രാവിലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂരം കലക്കൽ റവന്യൂ മന്ത്രി K. രാജൻ്റെ ആരോപണം അന്ന് വന്നിരുന്നു. ADGP MR അജിത് കുമാർ പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി ഫോൺ വിളിച്ചപ്പോഴേക്കും താൻ ഉറങ്ങിയിരുന്നെന്നും പിറ്റേന്ന് രാവിലെ ആണ് പ്രശ്നങ്ങൾ അറിഞ്ഞതെന്നും അജിത് കുമാർ പറഞ്ഞു. അപ്പോൾ അത് DGP S. ദർവേഷ് സാഹിബിനാണ് ഇത്തരത്തിൽ മൊഴി നൽകിയത്. അന്വേഷണം പൂർത്തിയാക്കിയ DGP ഈ മാസം അവസാനം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിൽ അജിത് കുമാറിനെതിരെയുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. പൂരത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ADGPയും സമ്മതിച്ചു. രാത്രി 10:30 വരെ മന്ത്രി വിളിച്ചപ്പോൾ സംസാരിച്ചു. പൂരം തടസ്സമില്ലാതെ നടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. കാരണം ഒരു ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷനിൽ വിടുമ്പോൾ ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ക്രമസമാധാന പ്രശ്നങ്ങളാണ്, എന്തുമാത്രം വളരെയധികം അക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് അവിടെ കാണിച്ചത്. എന്നാൽ 12 മണിക്ക് ശേഷം താൻ ഉറങ്ങിപ്പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ പൂരത്തിൽ പ്രശ്നങ്ങളുണ്ടായത് പിറ്റേന്ന് രാവിലെയാണ് അറിഞ്ഞതെന്നും അജിത് കുമാറിൻ്റെ മൊഴി വരുന്നു. ഒരു മെയിൻ ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷനിൽ തൃശ്ശൂർ പൂരം പോലെ വളരെ സെൻസിറ്റീവായ ഒരു ഉദ്യമത്തിനായിട്ട് വിടുമ്പോൾ അവിടെ ചെന്നിട്ട് 12 മണിക്ക് ഉറങ്ങിപ്പോയി പിറ്റേന്നാണ് വിഷയം അറിയുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രമസമാധാന പാലനത്തിന് വിട്ട ആളിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് അവിടെ പുറത്തു വരുന്നത്. ഏതായാലും തൃശ്ശൂർ പൂരം കലങ്ങിയതിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാറിന് വീഴ്ചയെന്നായിരുന്നു DGPയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിശദമായ അന്വേഷണം പോലും നടത്തിയത്. ഏതായാലും അന്വേഷണത്തിൽ ലഭിച്ച ഏറ്റവും നിർണായക മൊഴി മന്ത്രി K. രാജൻ്റേതായിരുന്നു. പൂരം മുടങ്ങിയ സമയത്ത് ADGPയെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം. ഈ ആരോപണം ഭാഗികമായി തള്ളിക്കൊണ്ടാണ് അജിത് കുമാറിൻ്റെ മൊഴി. അജിത് കുമാറിൻ്റെ മൊഴി എടുത്തതോടെ 8 മാസം മുൻപ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണവും പൂർത്തിയായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.